നമസ്കാരം. സോണിയാഗാന്ധി റായ്ബലേറി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് കൂടുമാറുകയാണ്. 4 തവണ ഈ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച കോൺഗ്രസിന്റെ സമുന്നതയായ നേതാവ് എന്തിനാണ് രാജ്യസഭയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുവാൻ ശ്രമിക്കുന്നത്? റായ്ബലേറി ഇനിയും അത്ര സുരക്ഷിതമല്ല എന്ന് സോണിയാഗാന്ധിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടിക്ക് നൽകുന്ന രാഷ്ട്രീയ ഷോക്ക് ചിന്തിക്കുന്നതിനപ്പുറം ഗൗരവമാണ്. 4 തവണ മത്സരിച്ച് വിജയിച്ച റായ്ബലേറി മണ്ഡലത്തിൽ സ്വാഭാവികമായി പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും സർവ്വസമ്മതി അവർ നേടേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പിന്മാറ്റം പ്രവർത്തകരെ ധർമ്മസങ്കടത്തിലാക്കുമെന്ന് തീർച്ചയാണ്. ഇവർ ഇത്തരം ഒളിച്ചോടലുകളിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നൽകുന്ന സന്ദേശം ഒട്ടും അഭികാമ്യമല്ല എന്നതാണ് സത്യം. രാജ്യത്തിലെ പ്രധാനപ്പെട്ട നേതാവിന് തന്റെ മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാൻ ഭയമാണെന്ന് ഭരണപക്ഷം ഉയർത്തിക്കാട്ടും എന്നതും അതിന് മറുപടി പറയാൻ കോൺഗ്രസ് പണിപ്പെടേണ്ടി വരുമെന്നതും സുനിശ്ചിതമാണ്. എന്താണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ പാർട്ടിയെ ജനങ്ങൾ കൈവിടുന്നത്? നേതാക്കളുടെ ബാഹുല്യം കൊണ്ട് സമ്പന്നമായിരുന്ന കോൺഗ്രസിൽ നിന്നും അവർ ഓരോരുത്തരും പടിയിറങ്ങിയത് എന്തുകൊണ്ടാണെന്ന് ഓരോ കോൺഗ്രസ്സുകാരനും ചിന്തിക്കണം. പ്രസ്ഥാനത്തിനുപരിയായി വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്ത ഒരു സംഘടനയും ഒരിടത്തും ദീർഘനാൾ നിലനിന്നിട്ടില്ല. കോൺഗ്രസ് എന്ന ആശയം വെറും നെഹ്റു കുടുംബത്തിലേക്ക് ഒതുങ്ങിപ്പോയപ്പോൾ ഇന്ത്യ എന്നത് നെഹ്റു കുടുംബത്തിൻ്റെതാണെന്ന് പണ്ട് കോൺഗ്രസ്സുകാർ ഉണ്ടാക്കിയെടുത്ത നെറേറ്റീവ് തെറ്റാണെന്ന കാര്യം വ്യക്തമായി സോഷ്യൽ മീഡിയ വാർ റൂമുകൾ പൊളിച്ചടുക്കി. പലപ്പോഴും പാർട്ടി ശ്രമിച്ചത് സംഘടനയെ രക്ഷിക്കുവാനല്ല, മറിച്ച് നെഹ്റു കുടുംബത്തെ സംരക്ഷിച്ചു നിർത്തുവാനാണ്. കോൺഗ്രസിന്റെ തകർച്ച അവരുടെ ചരിത്രത്തിന്റെ പാപഭാരം തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അടുത്ത നാളുകളിൽ കോൺഗ്രസ് നേതൃസ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഇലക്ടറൽ അംഗങ്ങളിൽ 15-ൽ 3 പേർ വിട്ടുനിന്നിരുന്നു. ബാക്കി 12 പേരുടെ പിന്തുണയോടെ വിജയിച്ച പ്രധാനമന്ത്രിയാകേണ്ടിയിരുന്ന പട്ടേൽ എന്തുകൊണ്ട് തീർത്തും നിഷ്കാസിതനായിപ്പോയി? പേര് നിർദ്ദേശിക്കപ്പെടേണ്ടതിന്റെ അവസാന ദിവസമായ 1946 ഏപ്രിൽ 29 വരെ ഒരാൾ പോലും പരിഗണിക്കാതിരുന്ന നെഹ്റു എങ്ങനെ പിന്നീട് പട്ടേലിനെ കവച്ചുവെച്ച് പ്രധാനമന്ത്രിയായി? നെഹ്റുവുമായി അടുത്ത ബന്ധമുള്ള ബയോഗ്രാഫർ മൈക്കൽ ബ്രീച്ചർ അന്ന് എഴുതിയത്, ഇഫ് ഗാന്ധി ഹാഡ് നോട്ട് ഇന്റർവീൻഡ്, പട്ടേൽ വുഡ് ഹാവ് ബീൻ ദ ഫസ്റ്റ് ഡിഫാക്ടോ പ്രൈം മിനിസ്റ്റർ ഇൻ ഇന്ത്യ ഇൻ 1946-47 എന്നാണ്. അന്ന് തുടങ്ങിയ കുടുംബവാഴ്ചയും വ്യക്തിപൂജയും ഇന്ന് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് വിനാശകരമാകുമ്പോൾ കഴിവുള്ള അനവധി പേരെ കരയിലിരുത്തി നീന്തലറിയാത്ത രാഹുൽ എന്ന വ്യക്തി കടൽ നീന്താൻ തുനിയുന്നത് അപഹാസ്യമാണ്. തന്റെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് കൂടി അറിയാൻ കഴിയാത്ത രാഹുൽ എന്ന നേതാവ് പ്രധാനമന്ത്രിയാവും എന്ന മോഹം ഇപ്പോഴും പുലർത്തുന്ന അണികളാണ് പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി. ഒരുപക്ഷെ ഇതെല്ലാം വിലയിരുത്തിയിട്ടാകാം രാഷ്ട്രീയപരമായ തന്റെ അസ്തമയ കാലത്ത് സോണിയാഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന സാഹസത്തിന് മുതിരാത്തത്. മാത്രമല്ല, അടുത്തിടെ അവിടെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ വോട്ട് ക്രമാതീതമായി കുറഞ്ഞതും റായ്ബലേറി ഒഴിയുവാനുള്ള സോണിയാഗാന്ധിയുടെ തീരുമാനത്തിന് കാരണമായേക്കാം. ഏതായാലും ഇത് ശുഭകരമായ ഒരു സൂചനയല്ല കോൺഗ്രസ് പാർട്ടിക്ക് നൽകുന്നത്. അവരുടെ ആത്മവിശ്വാസത്തിൽ വന്ന വലിയ ഇടിവാണ് ഇത് കാണിക്കുന്നത്.